കോട്ടയം പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ജൂബിലി ആഘോഷത്തിന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരിതെളിയിച്ചു. തിരുവനന്തപുരം വെള്ളനാട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടത്തിന്റെ ബ്ലോക്കിന് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്റെ പേര് നൽകി. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായക് കെ അജികുമാറിന്റെ പേരാണ് നൽകിയത്. തിരുവനന്തപുരം അമരവിള ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയിൽ ബസ്സിൽ നിന്നും 4 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. കാട്ടാക്കട സ്വദേശി ആദിത്യ കൃഷ്ണയാണ് പിടിയിലായത്. പ്രതി ബംഗളൂരുവിൽ നിന്നും വാങ്ങിയ കഞ്ചാവുമായി നാഗർകോവിലിലേക്ക് വരികയായിരുന്നു. തൃശൂർ കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പാതയോരത്തെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റത് കാണിപ്പയ്യൂർ സ്വദേശി സാജന്. ഗുരുവായൂർ റോഡിലെ ഇട്ടിമാണി ആശുപത്രിക്ക് സമീപത്തെ വർക്ക്ഷോപ്പിലേക്ക് ബൈക്ക് ഇറക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് വീഴുകയായിരുന്നു. പരിക്കേറ്റ സാജനെ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം SNP പാലസിന് മുൻപിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് റോഡിൽ വാഴ നട്ട് പ്രതിഷേധം. മുണ്ടക്കൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കാട്ടാനശല്യം രൂക്ഷമായ തൃശൂർ മാടക്കത്തറ പഞ്ചായത്തിലെ സ്ഥലങ്ങൾ സന്ദർശിച്ച ഉദ്യോഗസ്ഥർ. കട്ടിലപ്പൂവം, SN മുക്ക, കല്ലിംചാൽ, നിന്നുകുടി പ്രദേശങ്ങളാണ് സന്ദർശിച്ചത്. വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനം. തൃശൂർ അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ സിൽവർ ജൂബിലി കാർഗിൽ വിജയ് ദിവസ് ആഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ മേയർ MK വർഗീസ് പുഷ്പചക്രം സമർപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, കാർഗിൽ യുദ്ധത്തിൽ വീരചർമ്മം പ്രാപിച്ച ഹവിൽദാർ ഈനാസുവിന്റെ ഭാര്യ സിജി എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു. തൃശൂർ എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി നിരക്ക് സൗജന്യമാക്കി ഗ്രാമപഞ്ചായത്ത്. അഗതി ആശ്രയ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കും അതിദരിദ്രർക്കും മഞ്ഞ റേഷൻ കാർഡുകാർക്കുമാണ് നിരക്ക് സൗജന്യമാക്കിയത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികളിൽ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് 50% നിരക്ക് സൗജന്യമായിരിക്കും. തൃശൂർ വാഴാനി ഡാം തുറന്നു. പ്രളയ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡാം തുറന്നത്. 5 സെന്റിമീറ്റർ അളവിലാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത്. തൃശൂർ ചാവക്കാട് ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതിയെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട് സ്വദേശി രജീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കാർഗിൽ യുദ്ധവാർഷികാചരണത്തിൽ മുതിർന്ന വിമുക്ത ഭടന്മാരെ ആദരിച്ചു. സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, ഹരിദാസൻ ചെമ്മാപ്പിള്ളി എന്നിവരാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത്. തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചിലിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടത്തിൽ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു. കുരുത്തങ്കോട് സ്വദേശിയായ വിഷ്ണു, ഉറിയക്കോട് സ്വദേശി ബാബു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇൻസ്റ്റഗ്രാമിലൂടെ അശ്ലീല സന്ദേശം അയച്ചത് ചോദ്യം ചെയ്ത യുവതിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഓമശ്ശേരി സ്വദേശി മിർഷാദിനെയാണ് കൊടുവള്ളി പോലീസ് റിമാൻഡ് ചെയ്തത്. ആലപ്പുഴ കൊല്ലങ്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ സീഡ് ക്ലബിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിൽ കര നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു.